വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, 17/5/2024 ചെമ്പറയിൽ ചേർന്ന ചെമ്പറ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ അതുപോലെ തന്നെ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും സംയുക്ത യോഗത്തിൽ വെച്ചിട്ടാണ് മദ്രസ പ്രസ്ഥാനത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി മദ്രസ വിസിറ്റ് തീരുമാനിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ 2024 ജൂൺ 6-ാം തീയതി മുതൽ ഓഗസ്റ്റ് 4-ാം തീയതി വരെ വളരെ കൃത്യമായിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ സമയബന്ധിതമായി കൃത്യം 7 മണിക്ക്, സത്യം പറഞ്ഞാൽ 7:45-ന് 7:30 മണിക്ക് നമ്മൾ ചെമ്പറയിൽ ഒത്തുകൂടുകയും മദ്രസയിലെ ഏത് മദ്രസയാണോ പോകുന്നത് അതിനനുസരിച്ച് റൂട്ടുകൾ തലേ ദിവസം ക്രമീകരിച്ച് ചെമ്പറയിലെത്തി ഈ വിസിറ്റ് അംഗങ്ങൾ ഒന്നിച്ചാണ് മദ്രസകളിലേക്ക് പോകാറ്. കൃത്യം സമയം 8 മണി മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, അരമണിക്കൂർ നമ്മൾ കുട്ടികളുമായിട്ട് സംവദിക്കുന്നു, ഉസ്താദുമാരുമായിട്ട് സംവദിക്കുന്നു, മാനേജ്മെന്റിനുമായിട്ട് സംവദിക്കുന്നു. അതിനുശേഷം എല്ലാവരെയും ഒന്നിച്ചിരുത്തി നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ ഒരു ചർച്ച കൃത്യമായിട്ട് അവിടെ നടക്കുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ പരിപാടികൾ പ്ലാൻ ചെയ്തത്. അതുമായി സഹകരിച്ച മുഴുവൻ മാനേജ്മെന്റ് കമ്മിറ്റികൾക്കും റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ മാനേജ്മെന്റ് അസോസിയേഷന്റെയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഈ 9 മദ്രസകളിൽ വെച്ച് 3 മദ്രസകളെ എല്ലാ മദ്രസകളെയും ഗ്രേഡ് തിരിച്ച് ഏറ്റവും മികച്ച എ ഗ്രേഡ് നേടിയ മദ്രസ, ബി ഗ്രേഡ് നേടിയ മദ്രസ, സി ഗ്രേഡ് നേടിയ മദ്രസ എന്നിങ്ങനെ 3 മദ്രസകളാക്കി തിരിച്ചിട്ടുണ്ട്. ആ മദ്രസകൾക്കുള്ള ഉപഹാരം ഇന്ന് ഈ വേദിയിൽ വെച്ച് നൽകുകയും അതിവിടെ ബഹുമാനപ്പെട്ട റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ ജനറൽ സെക്രട്ടറി ഹംസ ഫൈസി അവർ അതിവിടെ ആ ഫലം ഇവിടെ പ്രഖ്യാപിക്കും. അവർക്കുള്ള ഉപഹാരം ഇവിടെ നൽകപ്പെടുന്നതാണ്. ഇതിൽ 1-ാം സ്ഥാനം കിട്ടുന്ന എ ഗ്രേഡ് കിട്ടുന്ന മദ്രസക്കുള്ള ഉപഹാരം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പുനത്തൂർ കുഞ്ഞബ്ദുള്ള ഹാജി ആൻഡ് തൈക്കണ്ടി നാസർ മാസ്റ്റർ. അവരുടെ 2 പേരുടെയും സ്മരണയ്ക്ക് വേണ്ടി ഒരു ബന്ധു സ്പോൺസർ ചെയ്തതാണ്. മറ്റ് 2 ട്രോഫികളും റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി എവിടെ വെച്ച് നടത്തുമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും 2-3 സ്ഥലങ്ങൾ അന്വേഷിച്ചു. അവസാനം സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തിയത് വാളൂരിലാണ്. വാളൂരിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടപ്പോൾ, വാളൂർ ബൂത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടപ്പോൾ 2 കൈയും നീട്ടി സ്വമനസാലെ ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് സമ്മതിക്കുകയുണ്ടായി. ഏതായാലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ഒരു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെമ്പറ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജ്മെന്റ് അസോസിയേഷന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് തണ്ടോറ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീന്റെ ട്രഷറർ കൂടിയായിട്ടുള്ള ഹംസ ഫൈസി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സമാപന സന്ദേശവും ഉപഹാര സമർപ്പണവും നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന TBC അബ്ദുൽ സമദ് ഫൈസി അവർക്ക് സമസ്ത കേരള ജമിയത്തുൽ ഖുത്തബ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഷീർ സാഹിബ് സംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരുക്കി തന്ന വാളൂർ ബൂത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് മാസ്റ്ററെയും ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിസിറ്റ് അംഗങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തണ്ടോറ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് PC ബഷീർ സാഹിബ്, അതോടൊപ്പം ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ ഫൈസി, അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിന് പുറത്തും വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പിന്നെ കുടുംബ കലഹങ്ങളൊക്കെയും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് പ്രതിവിധി കൽപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ അസ്ലം സാഹിബ് ഒക്കെ നമ്മുടെ ഈ ഒരു ടീമിലുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഉസ്താദുമാരുടെ പ്രതിനിധികളായിട്ട് ഹംസ ഫൈസി, അതോടൊപ്പം മുസ്തഫ ഹൈത്തമി, യൂനുസ് ഹുദബി തുടങ്ങി എല്ലാവരും ഈ ഒരു ടീമിൽ സജീവമായി, വളരെ സജീവമായി, വളരെ ആത്മാർത്ഥമായി. കാരണം ഈ ഒരു സംവിധാനത്തിന് ഒരു പടി കൂടിയെങ്കിലും, നമ്മൾ ഈ ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്ത് ഒരു പടി കൂടിയെങ്കിലും ഈ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ട് വെച്ച് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞങ്ങൾ രൂപം നൽകിയത്. ഏതായിരുന്നാലും ഇത് സർവാത്മന ഏറ്റെടുത്ത നിങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിൽ, നമ്മൾ ഏതൊരു രീതിയിലാണ് ഉദ്ദേശിച്ചത് ആ രീതിയിൽ നടപ്പിലാക്കാൻ സർവശക്തനായ റബ്ബ് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞബ്ദുള്ള മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് ജില്ലാ ട്രഷറർ കൂടിയായ നമ്മുടെ റേഞ്ചിൻ്റെ സെക്രട്ടറി ആയ ഹംസ ഫൈസി ഉസ്താദ് അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മാനേജ്മെൻറ്റ് ഭാരവാഹികളെ, സ്റ്റേജിലും സദസ്സിലുമായി ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരായ സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ ആഖിറത്തിലേക്ക് ഭാരമുള്ളൊരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അടുത്ത കാലത്ത് നാം ചെയ്തതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണിത്. അത്രയും വലിയ ഒരു ഉദ്യമനത്തിനാണ് നമ്മൾ സാക്ഷിയായത്. ഈ ചെലവഴിച്ച മണിക്കൂറുകൾ രാവിലെ 10 മണി മുതൽ ഇപ്പോൾ 12:30 മണിയായി. ഈ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. കാരണം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടുകളിലുള്ള ദീനീ ദഅവത്തിൻ്റെ എളുപ്പമാർഗങ്ങളെക്കുറിച്ചാണ്. ഇന്ന് അത്രയും പരന്നു കിടക്കുന്ന ഒരു വിഷയമായിട്ട് ദീനീ ദഅവത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല മഹല്ലുകളിലും നാം ചിന്തിക്കാത്ത പല വിഷയങ്ങളും നടക്കാറുണ്ട്. അത് ഇതുപോലെയുള്ള സംഗമങ്ങളിലൂടെയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ മഹല്ലിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി രാത്രി 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ഒരു ഹൈന്ദവൻ്റെ വീട്ടിൽ പോയിട്ട് അഭയം പ്രാപിക്കുകയുണ്ടായി. ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചു നോക്കിയപ്പോൾ വീട്ടുകാരിൽ നിന്നുള്ള സ്നേഹക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കി. എൻ്റെ വീട്ടുകാർ എന്നോട് കൂടുതൽ ദേഷ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടി ഇറങ്ങിപ്പോയത് എന്നാണ് കുട്ടിയോട് സംസാരിച്ചപ്പോൾ അറിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഈ വിസിറ്റ് നടക്കുന്ന ഒരു സമയത്താണ് ഈ വിഷയം നടക്കുന്നത്. എൻ്റെ അടുത്ത് വന്ന് രക്ഷിതാ വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടർ അസ്ലം മാർട്ടിനോട് പേരാമ്പ്രയോട് ഞാൻ ആ വിഷയങ്ങൾ പങ്കുവെച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടിയോട് സംസാരിച്ചു, കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു. ഒരു റൂട്ടിലായിക്കൊണ്ട് കുട്ടി ഇപ്പോൾ പോകുന്നുണ്ട്. ഈ ഒരു സംഗമം കൊണ്ട് കിട്ടിയ വലിയ ഒരു റിസൾട്ടാണ് അത് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. 2018 ഞാൻ പേരാമ്പ്ര ഭാഗത്ത് കിഴക്കൻ പേരാമ്പ്ര പള്ളിയിൽ ജോലി ഏൽക്കുന്നത്. റേഞ്ച് വിഭജിച്ചതോടുകൂടെ നമ്മുടെ നാടുകളിൽ അതിൻ്റെ ഫലം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. റേഞ്ച് യോഗങ്ങളിൽ ഇത്രമാത്രം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് റേഞ്ച് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന മാനേജ്മെന്റ് അംഗങ്ങൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ സെറ്റപ്പിലാണോ റേഞ്ച് നടത്താറുള്ളത് എന്ന് പലപ്പോഴും ചോദ്യം കേട്ട ആളാണ് ഞാൻ. ഇതിനെ അനുഭവിക്കണമെങ്കിൽ ഇതിന്റെ ഇടയിൽ വന്നിരുന്നാൽ മാത്രമേ, ഇതിന്റെ കൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. ഇതിന്റെ ഇടയിൽ വന്നിരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഹൈറായ വിഭാഗത്തിന് മാത്രമേ ഇതിന്റെ ഇടയിൽ വന്നിരിക്കാൻ സാധിക്കൂ. ഒരാളെ ഞാൻ ഹൈറിന്റെ ഭാഗത്ത് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അവനെ ഞാൻ ദീനിന്റെ ഖിദ്മത്തായി ഖാദിമായിട്ട് പ്രഖ്യാപിക്കുമെന്നാണല്ലോ ിൽ നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ വളർന്നു. AI കാലമാണിത്. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ അധ്യാപകന്മാരില്ലാത്ത ക്ലാസ് റൂമുകൾ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്.
ആ സമയത്ത് സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള മദ്രസകളെ പരിഗണിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ പരിശീലിക്കാനുള്ള സൗകര്യങ്ങൾ പല മദ്രസകളും ചെല്ലുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് പറയാറുണ്ട്, കുട്ടികൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു പഠനം ഉസ്താദ്മാർ കൊടുക്കുന്നില്ല എന്ന്. പക്ഷെ കുട്ടികളെ പ്രാക്ടിക്കലായിട്ട് ചെയ്യിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടോ എന്ന് പലപ്പോഴും മാനേജ്മെന്റ് ചിന്തിക്കാറില്ല. അത് പരിഗണിച്ചിട്ടുണ്ട്. ഉസ്താദുമാരുടെ MSR രജിസ്ട്രേഷൻ ചെയ്ത ഉസ്താദുമാരെ പരിഗണിച്ചു. ക്ലാസ് റൂമുകളുടെ വലിപ്പവും വൃത്തികളും അങ്ങനെ എല്ലാം പരിഗണിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഗ്രേഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട സമദ് ഫൈസി ജില്ലാ ജമീഅത്തുൽ ഖുത്തബാഇന്റെ പ്രസിഡന്റ് കൂടിയായ സമദ് ഫൈസി ഇവിടെ എത്തിച്ചേരും. ഏകദേശം പേരാമ്പറ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരങ്ങളോടുകൂടെ മദ്രസകൾക്ക് കൊടുക്കും. അത് ഏതൊക്കെ മദ്രസകൾക്കാണ് എന്ന് പ്രഖ്യാപിക്കാൻ എന്റെ തലയിലാണ് വെച്ച് തന്നിട്ടുള്ളത്. പല മദ്രസകളും വളരെയധികം പുരോഗതിയിൽ വന്നിട്ടുണ്ട് എന്ന് പലപ്പോഴായിക്കൊണ്ട് റേഞ്ച് യോഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഓരോ മദ്രസകൾ ചെല്ലുമ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഹയാത്തുൽ ഇസ്ലാം മദ്രസ തണ്ടോറപ്പാറയാണ് സി ഗ്രേഡ് നേടിയിട്ട്. അവിടെ സ്മാർട്ട് ക്ലാസ് റൂം തയ്യാറായിട്ടില്ല. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു ക്ലാസ് റൂം കാരണമായിരിക്കാം അവർ സി ഗ്രേഡിലേക്ക് വന്നിട്ടുള്ളത്. രണ്ടാമതായി വന്നിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ചെറിയ ഒരു കാര്യത്തിന്റെ പേരിൽ മാറ്റി നിർത്തി എന്ന് നോക്കിയാൽ ഒന്നാം സ്ഥാനത്തേക്ക് തതുല്യമായി നിൽക്കുന്ന പൂരാച്ചൂർ മുനവ്വിറുൽ ഇസ്ലാം മദ്രസയാണ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്ത് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി കുട്ടികൾക്ക് വേണ്ട എല്ലാം ഉപയോഗപ്പെടുത്തി, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് എത്തിക്കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാനും ഇനി പിരീഡ് സമയത്ത് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ വരെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്ലാസ് റൂമുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ സ്ഥലം നിൽക്കുന്ന ഖുവത്തുൽ ഇസ്ലാം വാളൂർ മദ്രസയാണ് ഒന്നാം സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ മദ്രസയിലെ ഉസ്താദുമാരും എല്ലാ മദ്രസയിലെ മാനേജ്മെന്റും അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ ഒരു ശില്പശാലയുമായി ബന്ധപ്പെട്ട് വിസിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫോം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോമിലുള്ള കാര്യങ്ങൾ മാക്സിമം എന്റെ മദ്രസയിൽ എത്തുന്നതിന് മുമ്പ് അതെങ്കിലും ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് പല മദ്രസകളും അത് ക്ലിയർ ആക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരുടെയും സ്വതത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ ഒരു ചെലവിലേക്ക് വേണ്ടി ഞങ്ങൾ ഓരോ ആളുകളെ പോയി കണ്ടിട്ടുണ്ട്. പല മദ്രസകളുടെയും ആളുകളെ ഒരാൾ പോലും ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. കഴിയുന്നത് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു തന്നിട്ട് റസീത് മുറിച്ചു കൊടുത്തു അത് എഴുതണ്ട, ഇതിനെ കൂടെ കഴിയില്ല എന്ന് ഒരാളും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിനെ കബൂൽ ചെയ്യുന്ന തമ്പുരാനെ. അവിടെ എന്റെ മദ്രസയിൽ 10ാം ക്ലാസ് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം ഞങ്ങൾ +1 തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നത് +2 ആക്കി മാറ്റണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. മാനേജ്മെന്റ് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉസ്താദുമാർ അതിൽ ഉപരി താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ മദ്രസകളിലുണ്ട്. ഇപ്പൊ +2 മദ്രസയിൽ കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനം തണ്ടോറ കുടുംബത്തിന്റെ പേരിൽ അവരുടെ പിതാവിന്റെയും മാതാവിന്റെയും പേരിൽ വെച്ചുകൊണ്ട് ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് അവിടുത്തെ സദുസ്താദിന്റെ കയ്യിൽ ഏൽപ്പിക്കും. പൂരാച്ചുണ്ട് മദ്രസയിലാണ് രണ്ട് പെൺകുട്ടികളാണ് അവിടെ +2 വരുന്നത്. ആ കുട്ടികൾക്കുള്ള ഒരു ക്യാഷ് അവാർഡ് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് വിതരണം ചെയ്യും. ഒന്നുകൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് വാഖു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ സെഷനിൽ കൈകാര്യം ചെയ്യുന്ന സെഷനിൽ നമ്മളോട് സംസാരിക്കുന്നത് TVC അബ്ദുൽ സമദ് ഫൈസി SKJQ ജില്ലാ പ്രസിഡന്റാണ്. ഖുത്ബാ ജമിയത്തുൽ സംസ്ഥ കേരള ജമിയത്തുൽ ഖുത്ബാവിൻ്റെ ജില്ലാ പ്രസിഡന്റായ TVC അബ്ദുൽ സമദ് ഫൈസിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹം നമ്മുടെ ഒരു അനുഗ്രഹ പ്രഭാഷണവും അതുപോലെ ഈ ട്രോഫി വിതരണമൊക്കെ ചെയ്യും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക. അൽഹംദുലില്ലാഹ് ഇങ്ങനെയൊരു പരിപാടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് ഉത്കണ്ഠകളും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൂർത്തീകരിച്ച് ഇങ്ങനെയൊരു സംരംഭം, ഒരു സമാപന ശില്പശാലയൊക്കെ നടത്താൻ സാധിക്കുമോ എന്ന്. പക്ഷേ
എല്ലാ മേഖലകളിൽ നിന്നും അകമഴിഞ്ഞ സഹായം നമുക്ക് ലഭ്യമായി. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്മൂത്തായി നല്ലൊരു ടീം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ വളർന്നു വന്നു എന്നതാണ്. മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ സന്നദ്ധരായ കുറേ ചെറുപ്പക്കാർ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം. സാധാരണ ഉയരത്തിൽ പറക്കുന്ന പ്രാവുകളേക്കാൾ ഒരു പരുന്തിനെ പോലെ അല്പം കൂടി ഉയരത്തിൽ എനിക്ക് പറന്നുകൂടെ എന്ന് ചിന്തിച്ച് ഉയരത്തിൽ പറക്കാൻ ശ്രമിച്ച ഒരു പ്രാവ് വിജയിയാകുന്നത് പോലെ നമുക്കും ഈ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന് പങ്കെടുക്കാം, ഒന്ന് മനസ്സു വെക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ വിസിറ്റിംഗ് ടീമിലെ ഒരു അംഗവും പിന്നെ ഈ സമിതിയുടെ വൈസ് പ്രസിഡന്റുമായ PC ബഷീർ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഷീർ ഒരു അത്യാവശ്യം ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്ന് പറഞ്ഞു നിങ്ങൾ മറന്നുകൊണ്ട് അടുത്തത് ഈ സ്ഥാപനത്തിൻ്റെ സദർ കൂടിയായ ഫവാസ് ദാരിമുസ്താദ് അവர்களാണ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്. നമ്മുടെ പാരൻസ്, രക്ഷിതാക്കളിൽ നിന്നുള്ള തർബിയത്ത്, മറ്റൊന്ന് ഉസ്താദുമാരിൽ നിന്നുള്ള തസ്കിയത്ത്, മറ്റൊന്ന് കമ്മിറ്റി ഭാരവാഹികളാണ്, കമ്മിറ്റിയിൽ നിന്നുള്ളതായ താവൂൻ സഹായങ്ങൾ, പിന്നെ വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥികളിൽ നിന്നുള്ള തർബിയത്ത്, പഠിക്കുന്ന വിഷയങ്ങളോടൊക്കെയുള്ള മമതയും ഇഷ്ടവും. ഈ 4 താളുകളും ചേർന്നാലാണ് ഞാൻ ആദ്യം പറഞ്ഞ തഅല്ലുമു എന്നുള്ള ആ ഒരു തായിലേക്ക് എത്തുക. അപ്പൊ ഈ ഒരു 4 കാര്യങ്ങളും കാര്യക്ഷമമാക്കാൻ അള്ളാഹു നമുക്ക് ഈ സംഗമം ഒരു വഴിയാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമത്തിന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു സംരംഭം നമ്മൾ മനസ്സിലാക്കുന്നതിലേറെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരുപക്ഷെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഒന്നുകൂടി മുൻപന്തിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചമ്പ്ര റേഞ്ചിൻ്റെ കീഴിൽ മാനേജ്മെന്റ് അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനം. നമ്മുടെയൊക്കെ പൊതുവിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ ഇത്തരം ഇങ്ങനെയുള്ള ഗ്രേഡിങ്ങോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആലോചനകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു രംഗത്തേക്കൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. അത് തന്നെ പ്രഗത്ഭരായ ഈ ഒരു സമിതി ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ഇതിൻ്റെ ഒരു വിജയം ഇതിലുള്ള സമിതി അംഗങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം ഫൈസി സീനിയർ കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തു ഈ ഒരു രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടി കുഞ്ഞിത്തുള്ള മാസ്റ്റർ ദീർഘകാലം അധ്യാപകനായും അതിനുശേഷം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ടും വിരമിച്ച ശേഷം ഈ ഒരു രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന മറ്റൊരു മാന്യ വ്യക്തിത്വമാണ്. അതുപോലെ ഡോക്ടർ അസ്ലം, അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിലും ഈ ഒരു കാര്യങ്ങൾ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കമ്മിറ്റി അംഗവും കൂടിയായ ഈ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷി നമ്മുടെ മുഹമ്മദ് മാഷ് നല്ലൊരു സംഘാടകനാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. അതുപോലെ മറ്റ് പുതുക്കരയത്ര ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, അവരുടെ ഒരു എന്താ പറയുക ഏകോപിപ്പിച്ച പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഇവിടുന്ന് പറഞ്ഞു. കാരണം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്നിവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഏതെങ്കിലും ഒരു പ്രോഗ്രാം കേൾപ്പിച്ചു കൊടുത്താൽ അത് അവർ നടത്തുക എന്നുള്ളതാണ്. മറിച്ച് ഇന്നലെ നമ്മുടെ റേഞ്ചിന്റെ ജമിയത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യോഗം കൂടുമ്പോൾ അസ്ലം ഒക്കെ തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ഇന്നലെ ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഉസ്താദ്മാര് 2-3 ഉസ്താദ്മാർ ഇവിടെ വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇതിനൊക്കെ കൂടി തന്ന് ഒരു 9 മണിക്ക് ശേഷമാണ് അവർ ഇവിടുന്ന് പോയത്. അപ്പോൾ അത്തരത്തിലുള്ള ഏകോപനങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കാനും അതൊക്കെ തന്നെയാണ് ഇതിന്റെ വിജയം. അതിൻ്റെ സദർ ഉസ്താദും അതുപോലെ പിന്നെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. 2-3 ആൾ വാങ്ങുന്നു നല്ലതാണ്. ഇത് കാരണം നമ്മൾ ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇവാലുവേഷൻ നടക്കുക. സമതുപരിസ്ഥാപനയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഖുവത്തുൽ ഇസ്ലാം വാളൂരിൻ്റെ പ്രതിനിധികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
തണ്ടോറ മദ്രസയുടെ ഭാരവാഹികൾ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ചെറിയൊരു നസീഹത്തിന് ഇങ്ങനെ നേരത്തെ പറഞ്ഞതുകൊണ്ട് അത് കൽപ്പന സ്വീകരിക്കൽ ഉത്തരവാദിത്തം എന്ന നിലക്ക് 1-2 വാക്കുകൾ 1.5 മണിക്ക് നമ്മൾ പിരിയണം എന്നാണ് സംഘാടകർ നോട്ടീസിൽ കാണിച്ചിട്ടുള്ളത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ ആ പ്രസംഗത്തിൽ ആ ദിവസത്തിൽ ഈ സന്ദേശം ഇങ്ങനെ എത്തിച്ചു കൊടുക്കാൻ അന്ത്യനാൾ വരെ അതിനെ പ്രചരിപ്പിക്കാനും അത് നിലനിർത്താനും അതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാനും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അതുപ്രകാരം നമ്മുടെയൊക്കെ മഹല്ലുകൾ പേരാമ്പ്ര ചെമ്പ്ര റേഞ്ച് പരിധിയിലെ 9 മദ്രസ മഹല്ല് പരിധിയിൽ അല്ലാഹുവിൻ്റെ ദീനിന് നേതൃത്വം നൽകുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ. അല്ലാഹുവിൻ്റെ ദീനിന് നേതൃത്വം നൽകുന്നവർ എന്ന് ഞാൻ പറയുമ്പോൾ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം അവരവർ തിരിച്ചറിയുക എന്നതാണ് ഒന്നാമത്തെ ആവശ്യം. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു പറ്റിയിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണം എന്നാണ് ഒന്നാമത് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഹക്കായ നേതൃത്വം ഭംഗിയായി നാം നിർവഹിക്കണം. നമ്മളൊരു യോഗം കൂടിയാൽ ആ യോഗത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും അതിലെടുക്കുന്ന തീരുമാനങ്ങളും പരിപൂർണമായി അള്ളാഹു പൊരുത്തപ്പെട്ടതാണെന്നും അള്ളാഹുവിൻ്റെ ദീനിന് സഹായകമാകുന്നതാണെന്നും മുഅ്മിനീങ്ങൾക്ക് സഹായകമാകുന്നതാണെന്നും അള്ളാഹുവിൻ്റെ മുഴുവൻ പടപ്പുകൾക്കും സഹായകമാകുന്നതാണെന്നും പരിപൂർണമായി ബോധ്യം വരുത്തണം. മറ്റൊന്ന്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഹലാലും ഹറാമും വേർതിരിച്ച് ഹലാലിനെ സജീവമാക്കേണ്ടവരാണ് നമ്മൾ. അർഹമുർ-റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം വളരെ വലുതാണ് എന്നതുകൊണ്ട് തന്നെ 2 വിഭാഗം ഉമറാഇനെയും ഉലമാഇനെയും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്.
അതിലൊന്ന് ഖിയാറു അഇമ്മത്തിക്കും എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വിശദമായി ഞാൻ സംസാരിക്കുന്നില്ല, ഹദീസൊക്കെ ഉദ്ധരിച്ച് പറയാൻ നേരമില്ലാത്തതുകൊണ്ട്. അവരുടെ പ്രത്യേകത ഖിയാർ ഏറ്റവും നല്ല നേതൃത്വത്തിൻ്റെ അടയാളം. ഏറ്റവും നല്ല നേതൃത്വത്തിൻ്റെ അടയാളം അവരുടെ അനുയായികളോട് വലിയ ഇഷ്ടമുള്ളവരായിരിക്കും. അനുയായികൾക്ക് അവരോടും ഇഷ്ടമായിരിക്കും. അനുയായികൾക്ക് വേണ്ടി അവർ ദുആ ചെയ്യും, അനുയായികൾ അവർക്ക് വേണ്ടിയും ദുആ ചെയ്യും. ഇപ്പം നമ്മുടെ മഹല്ലിൽ, നമ്മുടെ മദ്രസ പരിധിയിൽ, നമ്മുടെ മഹല്ല് പരിധിയിൽ നാം നേതൃത്വത്തിൽ വന്നാൽ നാം നമ്മുടെ മഹല്ല് പരിധിയിൽപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളോടും ഗുണകാംക്ഷയുള്ളവരാകണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരുടെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം, അവരുടെ നന്മ ആഗ്രഹിക്കണം. ദുന്യവിയായ നന്മയും ആഗ്രഹിക്കണം, ഉഖ്റവിയായ നന്മ നിർബന്ധമായും ആഗ്രഹിക്കണം. ദുന്യവിയായ ഗുണമുണ്ടാകുമ്പോൾ ദുന്യാവ് ഇപ്പോൾ ഈ സ്റ്റേജിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത്. എന്നതുപോലെ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ദുന്യാവെന്നത്. ദുന്യാവിനെ തിരിച്ചറിയണം, പക്ഷേ ദുന്യാവിനെ പാടെ അവഗണിച്ചുകൊണ്ട് ദുന്യാവ് ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല. ആ സ്റ്റെപ്പ് നല്ല ഭദ്രമായ സ്റ്റെപ്പ് വേണം. ദാരിദ്ര്യം ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ കുഫർ പ്രവേശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ പരിസരത്ത് ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തേണ്ടതില്ല. ദാരിദ്ര്യം കൊണ്ട് മതം മാറുക പോലും ചെയ്യുന്ന അന്തരീക്ഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ തിരിച്ചറിയാനും കണ്ടെത്താനും പരിഹാരം നൽകാനും ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ മഹല്ലിലുള്ള മുഴുവൻ ആളുകളുടെയും മഹാനായ നിങ്ങളുടെ മുൻഗാമികൾ, നമ്മുടെ മുൻഗാമികളായ നേതൃത്വത്തിൽ ലോകപ്രശസ്തനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റെടുത്തപ്പോൾ കരഞ്ഞു. അധികാരമേൽപ്പിക്കപ്പെട്ടപ്പോൾ കരഞ്ഞപ്പോൾ ചോദിച്ചത് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. യൂഫ്രട്ടീസ് നദീതീരത്ത് ഏതെങ്കിലും ഒരൊട്ടകം കാലിടറി വീണാൽ വഴി നന്നാക്കാത്തതിൻ്റെ പേരിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹിസാബ് പറയേണ്ടി വരുമല്ലോ എന്നോർത്തു. അപ്പോൾ പറഞ്ഞു, ഉമർ അലി ശിഹാബ് തങ്ങൾ എന്നെ പിടിച്ചിട്ട് സമസ്തൻ്റെ പ്രസിഡൻ്റാക്കി. സമസ്തൻ്റെ പ്രസിഡൻ്റ് എന്ന ഉത്തരവാദിത്വം എൻ്റെ തലയിൽ വന്നതിലുള്ള അസ്വസ്ഥത കൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ നടക്കുക. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഓഗസ്റ്റ് മാസം ഇംഗ്ലീഷ് പ്രകാരം മഹാനവറുകളുടെ അനുസ്മരണത്തിൻ്റെ ആണ്ടിൻ്റെ മാസമാണിത്. മഹാനവറുകൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവരുടെ വീട്ടിൻ്റെ മച്ചിൽ കയറി കരഞ്ഞ ചരിത്രം ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണാം.